പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ പവർ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, പവർ പ്രേഷണവും വിതരണവും, അതിനെപ്പറ്റിയുള്ള ഒരു ക്ലാസ്സാണ് എടുക്കുക. അപ്പോൾ നമുക്കറിയാം, പവർ ഹൗസുകളിലാണ് ഇന്ത്യയിൽ എവിടെയും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക. പവർ ഹൗസുകളിൽ നമുക്കറിയാം AC ജനറേറ്ററുകളാണ് ഉള്ളത്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, വൈദ്യുതകാന്തിക പ്രേരണ തത്വമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണമാണ് AC ജനറേറ്റർ എന്ന് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഈ പവർ ഹൗസുകളിലെല്ലാം ഉപയോഗിക്കുന്നത് AC ജനറേറ്ററാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച AC ജനറേറ്റർ സിംഗിൾ ഫേസ് AC ജനറേറ്ററാണ്. സിംഗിൾ ഫേസ് AC ജനറേറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ആർമച്ചർ കോയിലും ഒരു പെർമനന്റ് മാഗ്നറ്റും, അതായത് ഒരു ആർമച്ചർ കോയിലും ഒരു പെർമനന്റ് മാഗ്നറ്റുമാണ് ഉള്ളത്. പക്ഷെ നമ്മുടെ പവർ ഹൗസുകളിലെല്ലാം ഉപയോഗിക്കുന്നത് പവർ ജനറേറ്റർ, AC ജനറേറ്റർ തന്നെ പവർ AC ജനറേറ്റർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ പവർ AC ജനറേറ്ററിനുള്ള വ്യത്യാസം അത് 3 ഫേസ് ജനറേറ്ററാണ്. 3 ഫേസ് ജനറേറ്റർ എന്നാൽ അപ്പോൾ അതിന്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, സിംഗിൾ ഫേസ് ജനറേറ്ററും 3 ഫേസ് ജനറേറ്ററും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, 3 ഫേസ് ജനറേറ്ററിൽ ഫീൽഡ് മാഗ്നറ്റിന് ചുറ്റും 3 ആർമേച്ചർ കോയിലുണ്ട്. സിംഗിൾ ഫേസ് ജനറേറ്റർ ആണെങ്കിൽ ഫീൽഡ് മാഗ്നറ്റിന് ചുറ്റും ഒരു ആർമേച്ചർ കോയിൽ മാത്രമേ ഉള്ളൂ. 3 ഫേസ് ജനറേറ്റർ ആണെങ്കിൽ ഒരു ഫീൽഡ് മാഗ്നറ്റിന് ചുറ്റും കൃത്യമായ, അതായത് 360 ഡിഗ്രിയെ നമ്മൾ 3ആയിട്ട് തിരിച്ചാൽ ഓരോന്ന് 120 ഡിഗ്രി കോണാവിൽ കൃത്യമായി വെച്ചിരിക്കുന്ന 3 ആർമേച്ചർ കോയിലാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് നമ്മൾ കറക്കുകയാണ് ചെയ്യുക. പവർ ഹൗസുകളിലെല്ലാം കറക്കുന്നത് ഫീൽഡ് മാഗ്നറ്റാണ് കറക്കുക. അപ്പോൾ ഫീൽഡ് മാഗ്നറ്റ് കറക്കുമ്പോൾ തന്നെ വ്യത്യാസം, നമ്മൾ 3 ആർമേച്ചർ കോയിലുണ്ട്. 3 ആർമേച്ചർ കോയിലിൽ ചുറ്റുകളുടെ എണ്ണമെല്ലാം ഒരേപോലെയാണ്. അപ്പൊ നമുക്ക് ഒരേ വോൾട്ടതയുള്ള 3 ആർമേച്ചർ കോയിലും ഒരേ വോൾട്ടതയുള്ള 3 കറണ്ടാണ്, 3 വോൾട്ടേജ് ഔട്ട്പുട്ടാണ് നമുക്ക് ലഭിക്കുക. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ 3 ഫേസ് എന്നുള്ള പേര് വന്നിരിക്കുന്നത്. 3 ഫേസ് AC ജനറേറ്റർ. പവർ ഹൗസുകളിലെല്ലാം 3 ഫേസ് AC ജനറേറ്ററുകളാണ് ഉപയോഗിക്കുക. ഇനി സിംഗിൾ ഫേസ് ജനറേറ്ററൊക്കെ നമുക്ക് എവിടെയാണ് ഉപയോഗിക്കുക? നമ്മുടെ വീടുകളിലൊക്കെയാണ് ഉപയോഗിക്കുക. 3 ഫേസ് ജനറേറ്ററൊക്കെ കൂടുതൽ വോൾട്ടേജ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്ഥലങ്ങൾ, പവർ ഹൗസുകളിലൊക്കെയാണ് 3 ഫേസ് ജനറേറ്ററുകൾ ഉപയോഗിക്കുക. അപ്പം അത്രയും നിങ്ങൾ ആദ്യം ഒന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് ഈ പവർ ഹൗസിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി അവിടെ നിന്നും എങ്ങോട്ട് എത്തിക്കണം? നമ്മുടെ അടുത്ത് വരെ, നമ്മുടെ വീടുകളിൽ എത്തിക്കുക, നമ്മുടെ ചുറ്റുപാടുകൾ എത്തിക്കുക. അപ്പോൾ പവർ ഹൗസുകളിൽ അതിനാണ് പവർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്ഥലത്തു നിന്നും നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നമ്മുടെ അടുത്ത് വരെ എത്തിക്കുന്ന പ്രവർത്തനത്തെ വിളിക്കുന്ന പേരാണ് പവർ പ്രേഷണ, പവർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് നമ്മൾ ഉദ്ദേശിക്കുക. പവർ പ്രേഷണം, അതായത് പവർ പ്രേഷണം ചെയ്ത് ഇവിടം വരെ എത്തുക, അതിനുശേഷം അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അതാണ് പവർ പ്രേഷണവും വിതരണവും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. അപ്പം നമ്മൾ പവർ ഹൗസുകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതിയുടെ വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയാണെന്ന് അറിയാമോ? നമുക്കറിയാം, നമുക്കിവിടെ 230 വോൾട്ട് AC ആണ് വരിക. പക്ഷെ പവർ ഹൗസുകളിലെല്ലാം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് 11 kV ആണ്. അതായത് 11,000 വോൾട്ടാണ് ഉൽപ്പാദിപ്പിക്കുക. ആ 11,000 വോൾട്ടിനെ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ എത്തുമ്പോഴത്തേനും നമ്മുടെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ടാണ് നമുക്ക് 230 വോൾട്ടിലേക്ക് താഴ്ത്തുക. അപ്പം പവർ ഹൗസുകളിലെല്ലാം ഇന്ത്യയിൽ എവിടെയെല്ലാം പവർ ഹൗസുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വോൾട്ടേജിന്റെ അളവ് ചോദിച്ചു കഴിഞ്ഞാൽ 11 kV അഥവാ 11,000 വോൾട്ട് എന്ന് വേണം നിങ്ങൾ ഉത്തരം എഴുതേണ്ടത്. ഇനി നമുക്കറിയാം, AC ജനറേറ്ററിൽ നടക്കുന്ന ഊർജമാറ്റം എന്ന് പറയുന്നത് എന്തൂർജമായിട്ടാണ് മാറുക? യാന്ത്രികോർജം ആണ് വൈദ്യുതോർജമായി മാറുക.
മെക്കാനിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ എനർജി. അപ്പൊ നമുക്ക് ഈ ആർമേച്ചർ അല്ലെങ്കിൽ ഫീൽഡ് മാറി ഏത് വേണമെങ്കിലും കറക്കാമെന്ന് പറഞ്ഞു. നമ്മൾ പവർ ഹൗസുകളിലൊക്കെ കറക്കുന്നത് ഫീൽഡ് മാഗ്നറ്റാണ്. അപ്പൊ അവിടെ കറക്കാനായിട്ട് നമ്മളൊരു മെക്കാനിക്കൽ എനർജി, യാന്ത്രികോർജം കൊടുക്കണം. ഈ യാന്ത്രികോർജം കൊടുക്കുന്നതനുസരിച്ച് പവർ ഹൗസുകളെ 3ആയി തരംതിരിച്ചിട്ടുണ്ട്. ഓർക്കുക, നമ്മൾ യാന്ത്രികോർജം മെക്കാനിക്കൽ എനർജി കൊടുക്കുന്നതിനനുസരിച്ച് പവർ ഹൗസുകളെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ, അതായത് ജലവൈദ്യുത നിലയം. അതായത് നമ്മൾ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൊടുക്കുന്നത് ജലമാണ്. അതായത് ജലം അണക്കെട്ടുകളിൽ തടഞ്ഞ് കെട്ടി നിർത്തിയിട്ട് പെൻ സ്റ്റോക്ക് എന്ന് പറയുന്ന പൈപ്പുണ്ട്, പൈപ്പ് വഴി എത്തി ആർമേച്ചർ അല്ലെങ്കിൽ ജനറേറ്ററിന്റെ ആ പൽചക്രം കറക്കിയിട്ടാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക. അപ്പൊ അവിടെ മെക്കാനിക്കൽ എനർജി കൊടുക്കുന്നത് ജലം ആണ് സ്രോതസ്സായിട്ട് ഉപയോഗിക്കുക. അപ്പൊ നമ്മൾ അങ്ങനെ ജലം സപ്ലൈ ചെയ്യുന്ന, ജലം കൊടുത്ത് മെക്കാനിക്കൽ എനർജി ആയിട്ട് ഉപയോഗിക്കുന്ന പവർ ഹൗസുകളെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? ജലവൈദ്യുത നിലയം അഥവാ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. ഇനി രണ്ടാമത്തെ പവർ സ്റ്റേഷനാണ് തെർമൽ പവർ സ്റ്റേഷൻ. നമ്മൾ താപോർജം കൊടുത്ത്, അവിടെ താപോർജം കൊടുക്കാനായിട്ട് ഏതെങ്കിലും ഇന്ധനം കത്തിച്ചിട്ട് താപോർജമാണ് നമ്മൾ യാന്ത്രികോർജമായിട്ട് ഉപയോഗിക്കുക. അതനുസരിച്ച് നമ്മൾ ആർമേച്ചർ കറക്കുക. അപ്പൊ അങ്ങനെ ഉള്ള പവർ ഹൗസുകളെ നമ്മൾ വിളിക്കുന്നത് തെർമൽ പവർ സ്റ്റേഷൻ എന്നാണ്, താപ വൈദ്യുത നിലയം. അതുപോലെ മൂന്നാമതൊരു വൈദ്യുത നിലയം കൂടിയുണ്ട്, അത് ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ, ആണവ വൈദ്യുത നിലയം. അപ്പൊ അവിടെ നമ്മൾ കൊടുക്കുന്നത് എന്താണ്? മെക്കാനിക്കൽ എനർജി യാന്ത്രികോർജമായിട്ട് കൊടുക്കുന്നത് ന്യൂക്ലിയർ ഊർജമാണ്. അപ്പൊ ന്യൂക്ലിയർ ഊർജം കൊടുക്കാനായിട്ട് കുറെ സംവിധാനമൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ പേര് ഓർത്തിരിക്കുക. പവർ ഹൗസുകളെ നമ്മൾ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്: ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ, തെർമൽ പവർ സ്റ്റേഷൻ ആൻഡ് ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ. ജലവൈദ്യുത നിലയം, താപവൈദ്യുത നിലയം, ആണവ വൈദ്യുത നിലയം. ഏത് പവർ ഹൗസ് ആണെങ്കിലും ആ പവർ ഹൗസുകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 11,000 വോൾട്ട് അഥവാ 11 kV. 11 kV എന്ന് പറയുന്നത് അതാണ് നമ്മൾ എല്ലാ പവർ ഹൗസുകളിലും ഉൽപ്പാദിപ്പിക്കുക. ഇനി ആ പവർ ഹൗസുകളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി നമ്മൾ പ്രേഷണ കമ്പികളായിട്ട്, നമ്മൾ കണ്ടക്ടറായിട്ട് ഉപയോഗിക്കുന്നത് അലുമിനിയം കമ്പികളാണ്. അലുമിനിയം കമ്പി വഴിയാണ് പവർ ഹൗസുകളിൽ നിന്നും പല സ്റ്റെപ്പുകളിൽ കൂടി കടന്നാണ് നമ്മുടെ അടുത്ത് എത്തുക. അപ്പൊ നമ്മൾ ആ സ്റ്റെപ്പുകൾ അവിടെ എന്തൊക്കെയാണ് സാധാരണഗതി ചെയ്യുന്നതെന്ന് ചെറിയൊരു വിശദീകരണം നമുക്ക് നോക്കാം. ഇനി നിങ്ങൾ ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ പവർ പ്രേഷണവും വിതരണവും എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി. പവർ ഹൗസുകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതിയെ പ്രേഷണ കമ്പികൾ വഴി, കണ്ടക്ടറുകൾ, നമ്മൾ ഉപയോഗിക്കുന്നത് അലുമിനിയം കമ്പികളാണ്. കമ്പികൾ വഴി നമ്മുടെ വീടിന്റെ അടുത്തെത്തി, നമ്മുടെ വീട്ടിൽ നിന്നും വീടിന്റെ അടുത്തുള്ള പോസ്റ്റ് വരെ എത്തി അവിടെ നിന്നും ആവശ്യമുള്ള സ്ഥലത്തേക്ക് വിതരണം ചെയ്യുക. അതാണ് പവർ പ്രേഷണവും വിതരണവും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. അപ്പൊ നമ്മുടെ ആ പവർ ഹൗസുകളിൽ നിന്നും ഇവിടം വരെ എത്തുന്ന ആ ഘട്ടങ്ങളെ ഞാനിവിടെ 4 ഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കാൻ ഞാൻ പേര് കൊടുത്തിരിക്കുന്നത് T1, T2, T3, T4 ആണ്. ഇനി നോക്കുക, T1 എന്ന് പറയുന്നത് നമ്മുടെ ഒന്നാമത്തെ ഘട്ടം. T1 എന്ന് പറയുന്നത് ഏതാണ്? പവർ ഹൗസ് ആണ്. അപ്പൊ പവർ ഹൗസിലാണ് നമ്മൾ എന്തിരിക്കുക? പവർ ജനറേറ്റർ, 3 ഫേസ് AC ജനറേറ്റർ അവിടെയാണ് ഇരിക്കുക. അപ്പൊ പവർ ഹൗസിൽ നമ്മൾ ഏത് പവർ ഹൗസ് എന്നുള്ളത് നമ്മൾ 3 തരത്തിലുള്ള പവർ ഹൗസുകൾ വിളിച്ചു. ഏതെങ്കിലുമായിട്ട് നമുക്ക് അറിയാം, കേരളത്തിൽ തന്നെ 2 തരത്തിലുള്ള പവർ ഹൗസുകളുണ്ട്. ഏതൊക്കെയുണ്ട്? ഹൈഡ്രോ ഇലക്ട്രിക് ജലവൈദ്യുത നിലയങ്ങളുണ്ട്, അതുപോലെ താപവൈദ്യുത നിലയങ്ങളുണ്ട്. അപ്പം ജലവൈദ്യുത നിലയങ്ങളുടെ ഉദാഹരണമാണ് ഇടുക്കി അല്ലെങ്കിൽ മൂലമറ്റം, പള്ളിവാസൽ. ഇതൊക്കെ ജലവൈദ്യുത നിലയങ്ങൾക്ക് ഉദാഹരണമാണ്. ബ്രഹ്മപുരം അത് തെർമൽ പവർ സ്റ്റേഷന് ഉദാഹരണമാണ്. അപ്പൊ നമ്മൾ നോക്കി, അവിടെ നമ്മുടെ പവർ ഹൗസിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി എത്രയാണെന്ന് പറഞ്ഞു? 11,000 വോൾട്ട് ആണ്. അഥവാ നമ്മൾ 11 kV എന്ന് വിളിക്കും. 11,000 വോൾട്ട് ആണ്. അവിടെ നിന്നും പുറത്തേക്ക് വന്നിരിക്കുന്ന നമ്മൾ ഇവിടെ നോക്കി
ഈ അലുമിനിയം കമ്പി ഇവിടെ നിന്നും പോരുന്ന 3 ലൈനാണ് പഠിച്ചിരിക്കുക. 3 ലൈനാണ് ഇവിടെ ആരോ ഇട്ടിരിക്കുന്നത്. 3 പവർ ഹൗസിൽ നിന്ന് പുറത്തേക്ക് വരുന്ന 3, അതായത് ഇതിന് നമ്മൾ വിളിക്കുന്നത് ഫേസ് ലൈൻ ആണ്. P1, P2, P3 ഇങ്ങനെ 3 ഫേസ് ലൈൻ വഴിയാണ്, ഫേസ് ലൈനിലാണ് അതിനെ വിളിക്കുക. ഫേസ് ലൈൻ വഴിയാണ് കടന്നു പോരുക. അപ്പൊ നോക്കി ഇവിടെ നിന്നും നമ്മൾ പവർ ഹൗസിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതിയെ 11,000 വോൾട്ട് ആണ്. ആ 11,000 വോൾട്ടിനെ എന്ത് ചെയ്യും? ഇവിടെ നമ്മളൊരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്തിനാണെന്ന് നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ട്രാൻസ്ഫോമർ ഈസ് യൂസ്ഡ് ടു ഇൻക്രീസ് ഓർ ഡിക്രീസ് AC വോൾട്ടേജ്. അപ്പൊ നമ്മളിവിടെ എന്ത് ചെയ്യും? ഈ 11 kVയെ ഒരു ഏത് ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് 220 kV കിലോ വോൾട്ട്, അതായത് വീണ്ടും 11 kVയെ നമ്മൾ 220 kV ആക്കി ഉയർത്തും, സ്റ്റെപ്പ് അപ്പ് ചെയ്യും. അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് പവർ ഹൗസുകളിലാണ് നമ്മൾ ഏത് ഉപയോഗിക്കുക? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. ഇവിടെയാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുക. അപ്പൊ പവർ ഹൗസിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന 11 kV ആണ്. ആ 11 kVയെ നമ്മൾ 220 kV ആയിട്ട് സ്റ്റെപ്പ് അപ്പ് ചെയ്യും. ആ സ്റ്റെപ്പ് അപ്പ് ചെയ്ത വൈദ്യുതിയാണ് നമ്മൾ ഇതിലെ കടത്തിവിടുക. എന്നിട്ട് അവിടെ നിന്നും അപ്പൊ ഈ പവർ സബ്സ്റ്റേഷനിൽ എത്തുന്നത് 220 kV വോൾട്ടേജ് ആണ്. അതായത് ഇവിടെ പവർ ഹൗസിലാണ് നമ്മൾ ഏത് ഉപയോഗിക്കുക? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് 11 kVയെ 220 kV ആക്കി ഉയർത്തി ഈ T2 എന്ന് പറയുന്ന സബ്സ്റ്റേഷനിൽ എത്തും. അപ്പൊ ഇവിടെ എത്തുന്നത് 220 kV ആണ്. അവിടെ നിന്നും വീണ്ടും ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് അത് നമ്മൾ 110 kV ആക്കി ഇങ്ങോട്ട് കൊടുക്കും. അപ്പൊ ഇവിടെ വരുന്നത് ഇവിടെ വരെ എത്തുന്നത് ഇവിടെ സ്റ്റെപ്പ് ഡൗൺ ആണ്. ഇവിടെ ഉപയോഗിക്കുന്ന സ്റ്റെപ്പ് ഡൗൺ, ഇവിടെ മാത്രം സ്റ്റെപ്പ് അപ്പ് ഉപയോഗിക്കുന്നു. ഓർത്തിനോട് ചോദ്യമുണ്ട്, വരാൻ സാധ്യതയുണ്ട്. ഇൻ പവർ ഡിസ്ട്രിബ്യൂഷൻ വേർ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഈസ് യൂസ്ഡ്. പവർ പ്രേഷണത്തിൽ എവിടെ ആണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിരിക്കുക? അതിന് ഉത്തരം പവർ ഹൗസിൽ മാത്രമാണ്. ബാക്കി എല്ലായിടത്തും നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ് ഉപയോഗിക്കുക. അപ്പൊ പവർ ഹൗസിൽ സ്റ്റെപ്പ് അപ്പ് ഉപയോഗിച്ചു. നമ്മൾ ഒന്നാമത്തെ സബ്സ്റ്റേഷൻ ആണ്, അത് നമ്മൾ T2 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആ T2 എത്തുന്നത് 220 kV. പക്ഷേ അതിന്റെ ഔട്ട്പുട്ടിൽ പുറത്തേക്ക് വരുന്നത് സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ടാണ്. അപ്പൊ ഇവിടെ ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് 110 കിലോ വോൾട്ട് ആക്കിയിട്ടാണ്, 110 kV ആക്കിയിട്ടാണ് ഈ സബ്സ്റ്റേഷനിൽ എത്തുക. ഈ സബ്സ്റ്റേഷനിലും ഒരു എന്തുപയോഗിച്ചിട്ടുണ്ട്? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെ നിന്നും നമ്മളെ അടുത്തുള്ള ഡിസ്ട്രിബ്യൂഷൻ നമ്മുടെ വീടുകൾക്ക് അടുത്തുള്ള വിതരണ ട്രാൻസ്ഫോമറിന്റെ അടുത്ത് എത്തുന്നത് 11 kV ആയിട്ടാണ്. അപ്പൊ നോക്കിയേ, പവർ ഹൗസ് ഉത്പാദിപ്പിച്ചത് 11 kV ആയിരുന്നു. അതിനെ ആദ്യം 220 kV ആക്കി. അപ്പൊ അവിടെ ഉപയോഗിച്ചത് സ്റ്റെപ്പ് അപ്പ്. ഒന്നാമത്തെ സബ്സ്റ്റേഷനിൽ എത്തിയത് 220 kV. ആ സബ്സ്റ്റേഷൻ ഉപയോഗിച്ചത് സ്റ്റെപ്പ് ഡൗൺ. അവിടെ നിന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് 110 kV ആക്കി. അപ്പൊ രണ്ടാമത്തെ സബ്സ്റ്റേഷനിൽ എത്തുന്നത് 110 kV. അവിടെ വീണ്ടും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചു. ആ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് 11 kV ആക്കി നമ്മൾ അതിനെ താത്തി. അപ്പൊ ഇവിടെ സ്റ്റെപ്പ് ഡൗൺ ആണ് ഉപയോഗിച്ചത്. അപ്പൊ നമ്മുടെ വിതരണ ട്രാൻസ്ഫോമർ, നമ്മുടെ അടുത്തുള്ള ട്രാൻസ്ഫോമർ, അതിന് നമ്മൾ വിളിക്കുന്നത് വിതരണ ട്രാൻസ്ഫോമർ അഥവാ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ എന്നാണ്. ആ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിന്റെ അടുത്ത് എത്തുന്നത് എത്ര വോൾട്ടാണ്? 11 kV ആണ്. 11 kV. അപ്പൊ 11 kV ഇവിടെ എത്തി. 11 kV ഇവിടെ എത്തി. അപ്പം 11 kV എത്തി കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്തു? ആ 11 kV നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ എത്തി. അവിടെ നിന്നും പുറത്തേക്ക് വരുന്നത് 1, 2, 3, 4 ലൈൻ ഉണ്ട്. അപ്പൊ 3 ഫേസ് ലൈനും ഒരു ന്യൂട്രൽ ലൈനും. ഇവിടെ നിന്നാണ് 3 ഫേസ് ലൈൻ ന്യൂട്രൽ ലൈൻ. ഇതുവരെ 3 ഫേസ് ലൈൻ ആണ് ഇവിടെ വരെ കടന്നു വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ നിന്നും വീണ്ടും സ്റ്റെപ്പ് ഡൗൺ ചെയ്താണ് നമ്മൾ 230 വോൾട്ടിലേക്ക് മാറ്റുക. അപ്പം ഇവിടെയും ഈ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നതും ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. ആ ട്രാൻസ്ഫോമറിന്റെ പുറത്തേക്ക് വന്നിരിക്കുന്നതും 4 ലൈനാണ്. ഇവിടെ വരെ 3 ലൈനേ ഉണ്ടായിരുന്നു. ഇവിടെ വന്നിരിക്കുന്ന 4 ലൈൻ. അതിൽ നമ്മൾ 3 ഫേസ് ലൈൻ ഉണ്ട്, P1, P2, P3. പിന്നെ ഒരു ന്യൂട്രൽ ലൈൻ ഉണ്ട്. അപ്പൊ നമുക്ക് ഓർക്കുക, ഈ നമ്മുടെ വീട്ടിലേക്ക് കണക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേതെങ്കിലും ഒരു ഫേസ് ലൈനും ഒരു ന്യൂട്രൽ ലൈനും തമ്മിലാണ് നമ്മൾ കണക്ട് ചെയ്യുക. അപ്പോൾ ന്യൂട്രൽ ലൈൻ എപ്പോഴും എന്ത് ചെയ്തിരിക്കും? എർത്തുമായിട്ട്, ഭൂമിയുമായിട്ട് ബന്ധിച്ചിരിക്കും. അപ്പം എർത്ത് ലൈനും നമ്മുടെ ഗ്രൗണ്ടും, അപ്പൊ എർത്ത് ലൈനിൽ തൊട്ട്
നമ്മൾ എർത്ത് ലൈനെ പിടിച്ചാൽ നമുക്ക് ഷോക്ക് ഏൽക്കുകയാണ്. അവിടെ കാര്യം വോൾട്ടേജ് ഇല്ല, അവിടുത്തെ വോൾട്ടേജ്. അപ്പോൾ എർത്ത് ലൈൻ നമ്മൾ പല സ്ഥലത്ത് എർത്ത് ചെയ്ത് വോൾട്ടേജ് 0 ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പം എർത്ത് ലൈനും നമ്മുടെ ഗ്രൗണ്ടും തമ്മിലുള്ള വോൾട്ടേജ് ചോദിച്ചു കഴിഞ്ഞാൽ 0 ആണ്. അപ്പോൾ അതുപോലെ ഒരു 2 ഫേസ് ലൈൻ ഉണ്ട്. ആ രണ്ട് ഫേസ് ലൈനിടയിലുള്ള വോൾട്ടേജ് ചോദിച്ചു കഴിഞ്ഞാൽ 400 വോൾട്ട് നൽകണം. അപ്പോൾ ഒരു ഫേസും ഒരു ന്യൂട്രലും രണ്ട് ഫേസ് ലൈൻ തമ്മിൽ ബന്ധിച്ചു കഴിഞ്ഞാൽ, അതായത് P1 P2 ഇവ തമ്മിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 400 വോൾട്ടാണ്. ഒരു ഫേസ് ലൈനും ഏതെങ്കിലും ഫേസ് ലൈനും ഒരു ന്യൂട്രൽ ലൈനും തമ്മിൽ ബന്ധിച്ചാൽ നമുക്ക് കിട്ടുന്നത് 230 വോൾട്ടാണ്. ഇനി ന്യൂട്രൽ ലൈനും എർത്തുമായിട്ട് ബന്ധിച്ചാൽ കിട്ടുന്നത് 0 വോൾട്ടാണ്. അപ്പൊ ഈ കാര്യം ഓർക്കണം. P1 P2 ഏത് ഫേസ് ലൈൻ ആകാം. P1 P2 ആകാം, P1 P3 ആകാം, P2 P3 ആകാം, P1 P3 ആകാം. അപ്പൊ ഏത് ഫേസ് ലൈൻ, 2 ഫേസ് ലൈൻ ആണ് നമ്മൾ കണക്ട് ചെയ്യുന്നതെങ്കിൽ 400 വോൾട്ട്. നമ്മുടെ വീട്ടിലേക്ക് വേണ്ടത് 230 വോൾട്ടാണ്. അതുകൊണ്ട് ഒരു ഫേസിൽ നിന്നും വീട്ടിലാണ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരു ഫേസിൽ നിന്നും ഒരു ന്യൂട്രലിൽ നിന്നും തമ്മിലായിരിക്കും ബന്ധിച്ചിരിക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്നത് 230 വോൾട്ട്. നമ്മുടെ വീടുകളിലെ എല്ലാ ഉപകരണങ്ങളും പ്രവർത്തിക്കാനായിട്ട് 230 വോൾട്ട് AC വോൾട്ടേജ് മതി. അപ്പം ഇക്കാര്യം ഓർത്തിരിക്കുക. ഫേസ് ലൈൻ തമ്മിലുള്ള ബന്ധം ഓർത്തിരിക്കുക. നമ്മുടെ വീടിന്റെ അടുത്തേക്ക് വരുന്ന വിതരണ ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ടിൽ പുറത്തേക്ക് വരുന്നത് 4 ലൈനുണ്ട്. P1 P2 P3 3 ഫേസ് ലൈനും ഒരു ന്യൂട്രൽ ലൈനും. ഇനി നമ്മളോട് ചിലപ്പോൾ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും. നമ്മൾ എർത്ത് ലൈനിൽ പിടിച്ചു, നിലത്ത് എർത്ത് ലൈനിൽ പിടിച്ചു തൂങ്ങിക്കിടന്ന് നമുക്ക് ഷോക്ക് ഏൽക്കുവോ? ഷോക്ക് ഏൽക്കുകയല്ല. ഇനി ഒരു പക്ഷി വന്ന് ഫേസ് ലൈനിൽ മാത്രം ടച്ച് ചെയ്തിരുന്നു കഴിഞ്ഞാൽ ആ പക്ഷിക്ക് ഷോക്ക് ഏൽക്കുവോ? ഷോക്ക് ഏൽക്കുകയല്ല. പക്ഷേ 2 ഫേസ് ലൈൻ കാര്യം ഒരേ വോൾട്ടേജ് ആണെങ്കിലും 2 ഫേസ് ലൈൻ ഇടയിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ, 2 ഫേസ് ലൈനുള്ളിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഷോക്ക് ഏൽക്കാൻ സാധ്യതയുണ്ട്. കാരണം ഒരേ വോൾട്ടേജ് ആണെങ്കിലും 2 സമയത്താണ് വരുന്നത്, പൊട്ടൻഷ്യൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഒരു ഫേസും ഒരു ന്യൂട്രലും തമ്മിൽ ടച്ച് ചെയ്താലും ഷോക്ക് ഏൽക്കും. അപ്പം പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ഷോക്ക് ഏൽക്കും. അപ്പം നമ്മൾ ഒരു ഫേസ് ലൈൻ, നമുക്കിപ്പോൾ ഒരു ഫേസ് ലൈനെ മാത്രം പിടിച്ച് വേറെ ഒന്നും തൊടാതെ ഒരു ഫേസ് ലൈനെ മാത്രം പിടിച്ചാൽ നമുക്ക് നമ്മൾ തമ്മിൽ ഒരു പൊട്ടൻഷ്യൽ വ്യത്യാസം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഷോക്ക് ഏൽക്കുകയാണ്. അപ്പൊ അത്രയും കാര്യങ്ങൾ ഓർത്തോണം. ഏത് 2 ഫേസ് ലൈനിന്റെ ഇടയിലുള്ള വോൾട്ടേജ് 400 വോൾട്ട്, ഒരു ഫേസും ഒരു ന്യൂട്രലും തമ്മിലുള്ള വോൾട്ടേജ് 230 വോൾട്ട്, ന്യൂട്രൽ ലൈനും എർത്തും തമ്മിലുള്ള വോൾട്ടേജ് പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത് 0 വോൾട്ട്. അപ്പൊ ഇനി ഒന്നുകൂടി ഞാൻ പറയാം. അപ്പൊ നമ്മുടെ പവർ ഹൗസിൽ നിന്നും പോരുന്നത് ഏതാണ്? 11,000 വോൾട്ട്, 11 kV. അപ്പൊ ഈ ലൈനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രാൻസ്മിഷൻ ലൈൻ. അപ്പൊ ഇത് എവിടെയാണോ പവർ ഹൗസ് ഇരിക്കുന്നത് അവിടെ നിന്നും ഇങ്ങോട്ട് ഈ ലൈൻ വഴി എത്രയും ദൂരം കടന്നു പോവുകയാണ്. അപ്പൊ നമ്മളിവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഈ ലൈൻ വഴി ഇങ്ങനെ പോകുന്ന കഴിയുമ്പോഴത്തേനും നമുക്കറിയാം ഇതൊരു കണ്ടക്ടറാണ്. കണ്ടക്ടറിൽ കൂടി വൈദ്യുതി കടന്നു പോകുമ്പോൾ നമ്മൾ പഠിച്ച ഒരു ജൂൾ നിയമമുണ്ട്. നമുക്കറിയാം, നമ്മൾ 1ാമത്തെ ചാപ്റ്ററിൽ പഠിച്ച H=I²RT. ഈ രൂപത്തിൽ ഹീറ്റ് ലോസ് ഉണ്ടാവുന്നുണ്ട്, താപനഷ്ടം. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ട്രാൻസ്മിഷൻ ലോസ് എന്ന് പറയുന്നത് ഈ ലൈൻ വഴി ഇങ്ങോട്ട് പോരുന്ന വഴി നമുക്ക് താപം, നമ്മൾ ജൂൾ നിയമപ്രകാരം നമ്മൾ ഉൽപ്പാദിപ്പിച്ച വൈദ്യുതി എന്ത് ചെയ്യുന്നു? വോൾട്ടേജ്, അതായത് നമ്മൾ പവർ ഹൗസിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കറണ്ട് പോരുന്ന വഴി ഈ ജൂൾ നിയമം അനുസരിച്ച് ഹീറ്റായിട്ട് നഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ഹീറ്റായിട്ട് നഷ്ടപ്പെടുമ്പോൾ ഈ സമവാക്യം അനുസരിച്ചാണ്, അതായത് അതുമായിട്ട് ബന്ധം ഹീറ്റ് ഉണ്ടാകാനുള്ള 3 കാര്യങ്ങളൊക്കെയാണുള്ളത്. കറണ്ട് ഉണ്ട്, റെസിസ്റ്റൻസ് ഉണ്ട്, സമയമുണ്ട്. അതായത് വൈദ്യുതപ്രവാഹ തീവ്രത, പ്രതിരോധം, ടൈം, സമയം. അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് ടൈമിന് ഒരു വ്യത്യാസവും വരുത്താൻ പറ്റില്ല. ടൈം എപ്പോഴും പവർ എവിടെ ഉത്പാദിപ്പിക്കുന്ന ആ സമയത്തിന് നമുക്ക് ഒരു വ്യത്യാസം വരുത്താൻ പറ്റില്ല. ഈ റെസിസ്റ്റൻസ് കുറച്ചാൽ നമുക്ക് ഹീറ്റ് ലോസ് കുറയ്ക്കാൻ പറ്റും. റെസിസ്റ്റൻസ് കുറയ്ക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ലൈനുകളുടെ വണ്ണം കൂട്ടണം. പക്ഷെ നമുക്ക് ഒരു പരിധിക്കപ്പുറം ഈ കമ്പിയുടെ വണ്ണം കൂട്ടാനായിട്ട് പറ്റില്ല. അപ്പം നമുക്ക് കമ്പിയുടെ വണ്ണം കൂട്ടിയാലാണ് നമുക്ക് പ്രതിരോധം കുറയുക. അപ്പൊ നമുക്ക് കറണ്ടിന്റെ അളവ് കുറയ്ക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഇത് കുറയ്ക്കാൻ പറ്റും, ഹീറ്റ്, താപനഷ്ടം കുറയ്ക്കാനായിട്ട് പറ്റും. ഈ താപനഷ്ടം എന്നാണ് നമ്മൾ പവർ ലോസ്. താപനഷ്ടത്തെ നമ്മൾ വിളിക്കുന്നത് ട്രാൻസ്മിഷൻ ലോസ് അല്ലെങ്കിൽ പവർ ലോസ് എന്നാണ് വിളിക്കുക.
അപ്പോൾ ടി നമുക്ക് വ്യത്യാസപ്പെടുത്താൻ പറ്റിയാൽ ആർ നമുക്ക് കൂട്ടിക്കഴിഞ്ഞാൽ, വണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ, തിക്നെസ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കറണ്ടിന്റെ അളവ് കുറയ്ക്കാൻ പറ്റും. കറണ്ട് കുറയുന്നതുകൊണ്ട് ഹീറ്റിന്റെ അളവ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. പക്ഷെ ഒരു പരിധി കൂടുതൽ നമുക്ക് ഈ പ്രതിരോധ കമ്പിയുടെ വണ്ണം കൂട്ടാൻ പറ്റിയാൽ ചിലവ് കൂടുതലാണ്. നമുക്ക് കൂടുതൽ വണ്ണമുള്ള പോസ്റ്റൊക്കെ കമ്പി വലിക്കാനായിട്ട് പില്ലറുകളൊക്കെ വളരെ കട്ടി കൂടിയത്, വില കൂടിയതൊക്കെ വേണ്ടി വരും. അത് നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ഒരു പരിധി കൂടുതൽ ആറ് കുറയ്ക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് ഐ കുറയ്ക്കാനായിട്ടുള്ളൊരു മാർഗമുണ്ട്. ഐ കുറയ്ക്കാനായിട്ടുള്ള മാർഗമാണ് വോൾട്ടേജ് കൂട്ടുക. നമുക്കറിയാം ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് എന്താണ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത് പവറിന് വ്യത്യാസമില്ലാതെ വോൾട്ടേജിനെ കൂട്ടുകയാണ്. കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പം ഇവിടെ നമ്മൾ വോൾട്ടേജ് കൂട്ടുകയാണെങ്കിൽ നമുക്ക് അറിയാം ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് കുറയും? കറണ്ട് കുറയും. അപ്പോൾ കറണ്ട് കുറയ്ക്കാനുള്ള മാർഗമാണ് എന്ത് കൂട്ടുക? വോൾട്ടേജ് കൂട്ടുക. അപ്പോൾ വോൾട്ടേജ് ഒത്തിരി കൂട്ടിക്കഴിഞ്ഞാൽ അതനുസരിച്ച് കറണ്ടിന്റെ അളവ് കുറയും. കറണ്ടിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കുറയ്ക്കാൻ പറ്റും? ഈ ഹീറ്റ് ലോസ്, നമുക്ക് ട്രാൻസ്മിഷൻ ലോസ് കുറയ്ക്കാൻ പറ്റും. അപ്പൊ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, ഐയുടെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? വോൾട്ടേജ്, പവർ ഹൗസിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന വോൾട്ടേജിനെ എത്രയിലേക്ക് മാറ്റുക? 220 kVയിലേക്ക് മാറ്റിയിട്ട് ട്രാൻസ്മിഷൻ നടത്തുക. അപ്പൊ നിങ്ങൾക്ക് ഓർത്തിരിക്കുക, 220 kVയിലേക്ക് വെറുതെ മാറ്റുന്നതിന് കാരണമുണ്ട്. എന്താണ്? ട്രാൻസ്മിഷൻ ലോസ് കുറയ്ക്കുക, അതായത് കറണ്ടിന്റെ അളവ് കുറയ്ക്കുക. കറണ്ടിന്റെ അളവ് കുറച്ചിട്ട് എന്ത് ചെയ്യും? കറണ്ട് അളവ് കുറയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യും? വോൾട്ടേജ് കൂട്ടും. അതുകൊണ്ടാണ് നമ്മളിവിടെ പവർ ഹൗസിൽ എന്ത് ഉപയോഗിക്കുക? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് വോൾട്ടേജ് കൂട്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുക. വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് കുറയും. അപ്പൊ നമുക്ക് ഹീറ്റ് ലോസ് കുറയും. അപ്പൊ നമുക്ക് ട്രാൻസ്മിഷൻ ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുക. അപ്പോൾ ബാക്കി എല്ലായിടത്തും നമ്മൾ ഉപയോഗിച്ച് ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് നമുക്ക് ഇവിടെ വരുമ്പോഴത്തേനും ട്രാൻസ്ഫോമർ തന്നെ ഉപയോഗിച്ച് ആ പഴയ നമുക്ക് ആവശ്യമുള്ള വോൾട്ടേജിലേക്ക് താത്തുവാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം നമ്മൾ ഓർത്തിരിക്കുക, ഹീറ്റ് ലോസ് എന്ന് പറയുന്നത് ഏതാണ്? പവർ ലോസ് ആണ്. ട്രാൻസ്മിഷൻ ലോസ് ആയിട്ട് കണക്കാക്കുന്നത് ഹീറ്റ് ലോസ് ആണ്. അത് കുറയ്ക്കാനുള്ള മാർഗമാണ്. കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വോൾട്ടേജ് കൂട്ടി ട്രാൻസ്മിഷൻ നടത്തുക. അപ്പം ആ കാര്യം നിങ്ങൾ ഓർത്തിരുന്നോണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇത്രയും കാര്യങ്ങൾ നമുക്ക് നിങ്ങളുടെ പുസ്തകത്തിൽ ഇത് ഐ വ്യത്യാസം, അതായത് I10 I² ആണ് നമുക്ക് വരിക. I10 മടങ്ങ് കുറച്ച് കഴിഞ്ഞാൽ ഹീറ്റിന് എന്തുമാത്രം വ്യത്യാസം വരും, അതനുസരിച്ച് നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും. I², അതായത് I10 മടങ്ങ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ 1/10 ആക്കി കഴിഞ്ഞാൽ ഹീറ്റ് വരുമ്പോഴത്തേനും നമുക്ക് ചെയ്ത് നോക്കാം. H is equal to നമ്മൾ ഐയുടെ അളവ് 1/10 ആയിട്ട്, അതായത് 10-1 കുറച്ചു. അപ്പൊ നമ്മുടെ I² വരുമ്പോഴത്തേനും എന്തായി? 1/10 ഹോൾ സ്ക്വയർ ഇൻറ്റു R ഇൻറ്റു T. അപ്പൊ 1/10 എന്ന് പറഞ്ഞാൽ 1/100 ഇൻറ്റു R ഇൻറ്റു T. അതായത് ഹീറ്റ് എത്ര കുറയും? 100 1/100 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. അപ്പൊ 100 മടങ്ങ് 100 ടൈംസ് കുറയും. അപ്പോൾ കറണ്ട് 10 മടങ്ങ് കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹീറ്റ് 100 മടങ്ങ് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പം ആ കറണ്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വോൾട്ടേജ് കൂട്ടി ട്രാൻസ്മിഷൻ നടത്തുക. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ളത്, നമ്മൾ പവർ ഹൗസിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വോൾട്ടേജ് എത്രയാണ്? 11 kV. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ ഏതാണ്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എവിടെ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ? പവർ ഹൗസിൽ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലായിടത്തും നമ്മൾ ഏതാണ് ഉപയോഗിക്കുക? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. അപ്പൊ ഇവിടുത്തെ പവർ പ്രേഷണത്തിലെ പ്രേഷണ നഷ്ടം എന്ന് പറയുന്നത് ഏതാണ്? താപനഷ്ടമാണ്. അതാണ് നമ്മുടെ പ്രേഷണ നഷ്ടം, പവർ ലോസ്. അല്ലെങ്കിൽ നമ്മൾ കണക്കാക്കുക. ട്രാൻസ്മിഷൻ ലോസ് അഥവാ പവർ ലോസ് എന്ന് പറയുന്നത് ഹീറ്റ് ലോസ് ആണ്. അപ്പൊ ഹീറ്റ് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജൂൾ നിയമം അനുസരിച്ചാണ് ഹീറ്റ് ഉണ്ടാവുക. H is equal to I²RT. അതിനകത്ത് നമുക്ക് T ഒരു വ്യത്യാസം വരുത്താൻ പറ്റിയല്ല, R നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ കുറയ്ക്കാൻ പറ്റിയല്ല. അപ്പൊ പിന്നെ നമുക്ക് കുറയ്ക്കാൻ പറ്റിയതാണ് എന്താണ്? കറണ്ടാണ്. അപ്പൊ കറണ്ട് കുറയുന്നത് I² വരുന്നതുകൊണ്ട് കറണ്ട് കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹീറ്റ് വീണ്ടും ഇരട്ടി വീതം അതിനനുസരിച്ച് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് ഐ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? വോൾട്ടേജ് കൂട്ടി സ്റ്റെപ്പ്
ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് വോൾട്ടേജ് ഒത്തിരി കൂട്ടിയിട്ട് ട്രാൻസ്മിഷൻ നടത്തി ഹീറ്റ് ലോസ് കുറച്ചാണ് പവർ പ്രേഷണം ചെയ്യുക. ഇനി ഓർക്കുക, പവർ ഹൗസിൽ നിന്ന് വരുന്നത് 3 ട്രാൻസ്മിഷൻ ലൈൻസ് എന്ന് പറയുന്നത് 3 അതിന് നമ്മുടെ ഫേസ് ലൈൻസ് ആണ് വിളിക്കുക. P1, P2, P3. പല സബ്സ്റ്റേഷൻ വഴി കടന്നാണ് എത്തുക. ഈ സബ്സ്റ്റേഷനിലെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. നമ്മുടെ അടുത്ത ട്രാൻസ്ഫോമറെ നമ്മൾ വിളിക്കുന്നത് വിതരണ ട്രാൻസ്ഫോമർ ആണ്. വിതരണ ട്രാൻസ്ഫോമറിൽ എത്തുന്ന വോൾട്ടേജ് 11 kV ആണ്. അത് ഓർത്തിരിക്കുക. ആ 11 kV വീണ്ടും നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ടാണ് 230 വോൾട്ടിലേക്ക് താത്തുകയാണ് ചെയ്യുക. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളത് 230 വോൾട്ട് AC ആണ്. ചെറിയ ചെറിയ ഇൻഡസ്ട്രികൾക്കൊക്കെ ആവശ്യമുള്ളത് 400 വോൾട്ടാണ്. അപ്പൊ 2 ഫേസ് ലൈൻ തമ്മിലിടയിൽ ബന്ധിച്ചു കഴിഞ്ഞാൽ 400 വോൾട്ട് കിട്ടും. ഏതെങ്കിലും ഒരു ഫേസും ന്യൂട്രലും, 2 ഫേസ് ലൈൻ തമ്മിൽ 400 വോൾട്ട്, ഒരു ഫേസും ന്യൂട്രലും ഇടയിലുള്ള വോൾട്ടേജ് 230 വോൾട്ട്. ന്യൂട്രലും എന്ന് പറഞ്ഞാൽ എർത്താണ്. എർത്തുമായി ബന്ധിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന അത് തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത് 0 വോൾട്ടാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പവർ പ്രേഷണവുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പവർ പ്രേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. പവർ സ്റ്റേഷൻ എന്താണ്, അവിടെ നടക്കുന്ന ഊർജ്ജ മാറ്റം എന്താണ്, അവിടെ ഉപയോഗിക്കുന്ന ജനറേറ്ററിന്റെ പേരെന്താണ്, 3 ഫേസും സിംഗിൾ ഫേസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, പവർ ട്രാൻസ്മിഷൻ ഉണ്ടാകുന്ന ലോസ് എന്താണ്, നഷ്ടം എന്താണ്, അത് പരിഹരിക്കാനുള്ള മാർഗം എന്താണ്, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എവിടെയാണ് ഉപയോഗിക്കുക, സ്റ്റെപ്പ് ഡൗൺ എവിടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, എത്ര ലൈനുകളാണ് പവർ സ്റ്റേഷനിൽ വരിക, നമ്മുടെ അടുത്തെത്തി കഴിഞ്ഞ വിതരണ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ ഏതാണ്, അതായത് നമ്മുടെ അടുത്തുള്ള ട്രാൻസ്ഫോമറിനെയാണ് നമ്മൾ വിതരണ ട്രാൻസ്ഫോമർ എന്ന് വിളിക്കുക. വിതരണ ട്രാൻസ്ഫോമറിന്റെ ഇൻപുട്ടിൽ വരുന്ന വോൾട്ടേജ് എത്രയാണ്, അവിടെ എത്തുന്നത് എത്രയാണ്, 11 kV ആണ്. അതിന്റെ ഔട്ട്പുട്ടിൽ വരുന്ന വോൾട്ടേജ് ഏതൊക്കെയാണ്, 230 വോൾട്ടും ഉണ്ട്, 400 വോൾട്ടും ഉണ്ട്. അതായത് അവിടെയാണ് പുറത്തേക്ക് വരുമ്പോൾ 4 ലൈനുണ്ട്. നമ്മൾ അവിടെ വരെ എത്തുന്നത് 3 ലൈനാണ്. ഔട്ട്പുട്ടിൽ വരും, ആ വിതരണ ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ടിലാണ് നമുക്ക് 4 ലൈൻ കിട്ടുക. അതിനകത്ത് ഏതെങ്കിലും 3 ഫേസ് ലൈൻ നമ്മൾ വെക്കുന്ന P1, P2, P3 എന്ന 3 ഫേസ് ലൈനും ഒരു ന്യൂട്രൽ ലൈനുമാണ്. 2 ഫേസ് ലൈനിന്റെ ഇടയിലുള്ള വോൾട്ടേജ് എത്രയാണ്, 400 വോൾട്ട്. ഒരു ഫേസും ന്യൂട്രലും തമ്മിലുള്ള വോൾട്ടേജ് 230 വോൾട്ട്. അപ്പൊ നമുക്ക് വീടുകളിലേക്ക് ആവശ്യമുള്ളത് 230 വോൾട്ട്. ഏതെങ്കിലും ഇൻഡസ്ട്രി വ്യവസായശാലകൾക്കൊക്കെയാണ് 400 വോൾട്ടിന്റെ ആവശ്യം. അപ്പം അതനുസരിച്ച് നമ്മളെ കണക്ഷൻ കൊടുക്കുക. ഈ വോൾട്ടേജ് വ്യത്യാസം ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് കാണുന്നതിനൊക്കെ നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.